അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പെൽറ്റൻ വീലിൻ്റെ ബേസിക് കാര്യങ്ങളായിരുന്നു. അപ്പം പെൽറ്റൻ വീലിൻ്റെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് വരയ്ക്കുന്നത്. ഈ ക്രോസ് സെക്ഷണൽ വ്യൂ ഏതിൻ്റെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബക്കറ്റിൻ്റെ ആണ് ഈ ക്രോസ് സെക്ഷണൽ വ്യൂ. അത് ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള 2 ബക്കറ്റ്സ് ആണ്. ഓക്കെ, ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഡബിൾ ബക്കറ്റ്സ് ആണ് ഇവിടെ വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് അവിടെ വരച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ആണ് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഈ സ്പ്ലിറ്ററിലാണ്. ഈ സ്പ്ലിറ്റർ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം 2 ഡയറക്ഷനിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻലെറ്റ് സൈഡിൽ വെലോസിറ്റി ട്രയാങ്കിൾ ആയിട്ടൊന്നും കാണത്തില്ല. ഇവിടെ വെലോസിറ്റീസ് മാത്രമേ കാണുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആൽഫയും തീറ്റയും 0 ആയിട്ട് അസ്യൂം ചെയ്തത്, അല്ലെങ്കിൽ 0 ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ v1 എന്ന് പറയുന്ന വെലോസിറ്റി അത് തന്നെയായിരിക്കും w1ഉം. പിന്നുള്ളത് u1 എന്ന് പറയുന്ന വെലോസിറ്റി, പിന്നുള്ളത് vr1 എന്ന് പറയുന്ന വെലോസിറ്റി. ഓക്കെ, ഇത്രയും വെലോസിറ്റീസ് ആണ് ഇൻലെറ്റ് സൈഡിൽ വരുന്നത്. ഔട്ട്ലെറ്റ് സൈഡിലുള്ളത് ഒരു ട്രയാങ്കിൾ ആയിട്ട് വരും. അപ്പം vr2, v1, u2, v1 അല്ല v2. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ തന്നിട്ടുണ്ട്, ഫൈ, ബീറ്റ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരുമ്പം അത് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ ലെസ് ദാൻ 90 ആണോ ഗ്രേറ്റർ ദാൻ 90 ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് vr2 cos ഫൈയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ vr2 cos ഫൈ ഗ്രേറ്റർ ദാൻ u2 എന്ന് പറയുന്ന ബ്ലേഡ് വെലോസിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ വെയിൻ വെലോസിറ്റി ആണെങ്കിൽ, അപ്പം ബീറ്റ ലെസ് ദാൻ 90 ആയിരിക്കും. അതേസമയം vr2 cos ഫൈ ലെസ് ദാൻ u2 ആണെങ്കിൽ, ഇത് നമ്മൾ കാണാപ്പാടം പഠിക്കുകയൊന്നും വേണ്ട, ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം. vr2 cos ഫൈ, ഈ ഒരു ഫിഗർ പ്രകാരം vr2 cos ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും. അതാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇത് പ്രകാരം ബീറ്റ ലെസ് ദാൻ 90 ആണ്. അതേസമയം vr2 cos ഫൈ ലെസ് ദാൻ u2. അപ്പം ഈ താഴത്തെ ഫിഗറിൽ ഞാൻ വരച്ച് കാണിക്കാം. ഈ ഫിഗർ പ്രകാരം vr2 cos ഫൈ ഇതാണ്, vr2 cos ഫൈ. പക്ഷെ u2 വരുമ്പം ഇത് ഫുള്ള് വരും. u2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ u2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം u2 ആണ് കൂടുതൽ, vr2 cos ഫൈ കുറവാണ്. അപ്പോൾ ആ സമയത്ത് ബീറ്റ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. A Pelton wheel is working under a gross head. A Pelton wheel is working under a gross head of 400 meter. The water is supplied through penstock of diameter 1 meter and length 4 kilometer. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗിവൺ ഡേറ്റാസ് നമുക്ക് എഴുതാം. ഗ്രോസ് ഹെഡ് ആണ്, അപ്പോൾ HG തന്നിട്ടുണ്ട് 400 മീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് എന്താ, പെൻസ്റ്റോക്കിന്റെ ഡയമീറ്റർ. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ജെറ്റിന്റെ ഡയമീറ്റർ ആണെങ്കിൽ സ്മോൾ d. ക്യാപിറ്റൽ D തന്നിട്ടുണ്ട് 1 മീറ്റർ. ലെങ്ത് 4 കിലോമീറ്റർ ഫ്രം റിസർവോയർ ടു ദി പെൽറ്റൻ വീൽ. അപ്പം ലെങ്ത് തന്നിട്ടുണ്ട്, അത് ക്യാപിറ്റൽ L ആണ്, 4000 മീറ്റർ. അതായത് 4 കിലോമീറ്ററിനാണ് ഞാൻ 4000 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ദി പെൻസ്റ്റോക്ക്, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.008, അതിവിടെ മെൻഷൻ ചെയ്തു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ. ഇനി ജെറ്റിന്റെ കാര്യം പറഞ്ഞത്, ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ 150 mm strikes the buckets of the wheel and gets deflected through an angle of deflection തന്നിട്ടുണ്ട്, ജെറ്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം സ്മോൾ d 0.15 മീറ്റർ. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈ is 180 minus 165, that is 15 degree. ഓക്കെ, പിന്നെ ഇനി തന്നിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് is reduced by 15% due to friction between inside surface of the bucket and water if the velocity of the bucket is 0.45 times the jet velocity.
ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് 0.85 ടൈംസ് റെഡ്യൂസ് ബൈ 15% എന്ന് പറഞ്ഞാൽ അപ്പം ഫൈനലി നമ്മുടെ അടുത്ത് അവൈലബിൾ എത്ര 85% അവൈലബിൾ ആണ്. അപ്പം 0.85 ടൈംസ് VR1. ഓക്കെ, ഈ 15% ആണ് നമ്മൾ 85% ആക്കിയേക്കുന്നത്. റെഡ്യൂസ് ബൈ 15% ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫൈനലി നമ്മുടെ അടുത്ത് ഉള്ളത് 85% ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 15% ലോസ് ആയി. ഇനി യു അത് എത്ര തന്നിരിക്കുന്നത്? ഇത് വെലോസിറ്റി ഓഫ് ദി ബക്കറ്റ് 0.45 ടൈംസ് ദി ജെറ്റ് വെലോസിറ്റി. ഇപ്പൊ ജെറ്റിന്റെ വെലോസിറ്റി നമുക്കറിയാം V1 ആണ്, ബക്കറ്റിന്റെ വെലോസിറ്റി U ആണ്. അപ്പം U is equal to 0.45 V1. ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ അതായത് നമുക്കിവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 15%. അത് റെഡ്യൂസ് ബൈ 100ൽ നിന്ന് 100%. നമ്മുടെ അടുത്ത് എത്രയാണോ ഒറിജിനൽ വെലോസിറ്റി VR1 ആണ്. അപ്പോൾ VR1ൽ നിന്ന് 15% പോയി. അപ്പം ബാക്കി എത്ര ഉള്ളത്? 85%. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 85% ആണ് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത്. അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ VR2 is equal to VR1 minus 0.15 VR1. ഓക്കെ, അപ്പം 1 മൈനസ് 0.15 എത്ര വരും? 1 മൈനസ് 0.15 എത്ര വരും? അതാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് 0.85 VR1. ഓക്കെ, ഇനി തന്നേക്കുന്നത് ജെറ്റ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആൻഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 85%. അപ്പം എഫിഷ്യൻസി മെക്കാനിക്കൽ ഇസ് ഈക്വൽ ടു 0.85. ഇനിയും നമ്മുടെ ഇവിടെ വേറൊരു വെലോസിറ്റിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ പെൻസ്റ്റോക്ക്. കാരണം പെൻസ്റ്റോക്കിൽ കൂടെ വെള്ളം വരുമ്പോൾ അതിനകത്തും ഒരു വെലോസിറ്റി കാണും. ഓക്കെ, അതാണ് V സ്റ്റാർ എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം ഇനിയും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 3-4 പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഹിൻസ് തരും. ആ ഹിൻസ് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഏരിയയും 2 ടൈപ്പ് ഓഫ് വെലോസിറ്റീസും വരുന്നുണ്ട്. ആദ്യം പെൻസ്റ്റോക്കിന്റെ അവിടെ ഏരിയ വെലോസിറ്റി, അതേസമയം ജെറ്റിന്റെ അവിടെ ഉള്ള ഏരിയയും വെലോസിറ്റി. അപ്പം പെൻസ്റ്റോക്കിന്റെ അവിടെ ഉള്ള ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ പെൻസ്റ്റോക്കിന്റെ ഉള്ള വെലോസിറ്റി, വെള്ളത്തിന്റെ വെലോസിറ്റി, അതേസമയം ഏരിയ ഓഫ് ദി ജെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ഓഫ് ദി ജെറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് V സ്റ്റാർ, ഓക്കെ, V സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ പെൻസ്റ്റോക്ക്. അതിനെ ഇൻ ടേംസ് ഓഫ് V1 എന്ന് പറഞ്ഞാൽ ജെറ്റ് വെലോസിറ്റി ടേംസിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഇതിൽ കണ്ടുപിടിക്കുക. അതിനുശേഷം അപ്ലൈ ബെർണോളിസ് ഇക്വേഷൻ ടു ദി ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ഇൻ ദി റിസർവോയർ ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് നോസിൽ. ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ഇൻ ദി റിസർവോയർ, നമ്മൾ എവിടെയെങ്കിലും വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നാണല്ലോ നമ്മൾ പെൻസ്റ്റോക്ക് വഴി വെള്ളം താഴേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ഇൻ ദി റിസർവോയർ ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് നോസിൽ. അത് തമ്മിൽ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇതാണ് നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച ബെർണോളിസ് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ച, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിങ്ങൾ പഠിച്ച ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫ്രീ സർഫേസ് ഓഫ് വാട്ടറിന്റെ അവിടെ ഇപ്പം ബെർണോളിസ് ഇക്വേഷൻ എന്താ പറയുന്നത്? സം ഓഫ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് ഡേറ്റം ഹെഡ് should be equal at both the ends wherever it is applied. അപ്പം ഇവിടെ ഉള്ളത് ഫസ്റ്റ് സർഫേസ് ഓഫ് വാട്ടർ ആണ്. അപ്പം അതിനെയാണ് ഞാൻ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പം P ഡാഷ് ബൈ റോ ജി പ്ലസ് വെലോസിറ്റി ഹെഡ് എങ്ങനെയാ? V ഡാഷ് സ്ക്വയർ ബൈ 2g പ്ലസ് Z ഡാഷ്, ഇതാണ് അവിടെ ഉള്ള ഡേറ്റം, ഇസ് ഈക്വൽ ടു P ബൈ റോ ജി, ഇത് നോസിലിന്റെ അവിടെ ഉള്ളത്, P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 പ്ലസ് HF എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതിനകത്തെല്ലാം ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പം അത് കാരണം ഉണ്ടാവുന്ന ലോസ് ഓഫ് ഹെഡ് ആണ് HF എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനിയും നോസിലിന്റെ അവിടെ ഉള്ള പ്രഷറും അതേസമയം ഫ്രീ സർഫേസിലുള്ള റിസർവോയറിന്റെ അവിടെ ഉള്ള പ്രഷറും, അത് രണ്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് തന്നെ അത് രണ്ടും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വെലോസിറ്റി റിസർവോയറിന്റെ സർഫേസിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ റിസർവോയറിന്റെ സർഫേസിൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, പെൻസ്റ്റോക്കിൽ മാത്രമേ വെലോസിറ്റി വരുന്നുള്ളൂ. റിസർവോയറിന്റെ സർഫേസിൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഈ ഡേറ്റം ഹെഡ്സ് ആണ്. ഈ 2 ഡേറ്റം ഹെഡിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത് എത്രയാ? 400 മീറ്റർ. ഓക്കെ, അപ്പം Z ഡാഷും Z1ന്റെയും ഡിഫറൻസ് ആണ് 400 മീറ്റർ എന്ന് നമുക്ക് തന്നേക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 400 മീറ്റർ എന്ന് എഴുതിയേക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ. ദെൻ ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ ബൈ 2g പ്ലസ് hf ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതിന്റെ ഫോർമുല നമുക്കറിയാം 4fl v സ്ക്വയർ ബൈ 2gd. ഇവിടെ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? v സ്റ്റാർ സ്ക്വയർ. കാരണം ആ പെൻ സ്റ്റോക്കിന്റെ പൈപ്പിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് എനർജി ലോസ് ആവുന്നത്. അപ്പോൾ അവിടെയാണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വെലോസിറ്റി v സ്റ്റാർ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ സ്റ്റെപ്പ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏത് സ്റ്റെപ്പാ? അതായത് ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ രണ്ട് സ്ഥലത്തായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ. എവിടെയെങ്കിലും വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്നാണല്ലോ നമ്മൾ പെൻ സ്റ്റോക്ക് വഴി വെള്ളം ടർബൈനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ആ ഫ്രീ സർഫേസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്തേക്ക് വന്ന് നോക്കുക. ആ ടാങ്കിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം കൊണ്ടുവരിക. അപ്പോൾ ആ ടാങ്കിന്റെ ഫ്രീ സർഫേസ്. അതേപോലെ ഇത് റിസർവോയറിന്റെ ഫ്രീ സർഫേസ്. ആ ഫ്രീ സർഫേസ് ഓഫ് വാട്ടറിന്റെ അവിടെയുള്ള ആ ഒരു സ്ഥലത്തും പിന്നെ നോസിലിന്റെ അവിടെ ഔട്ട്ലെറ്റ് ഓഫ് ദി നോസിൽ, ആ രണ്ട് സ്ഥലത്തായിട്ടാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബെർണോളിസ് ഇക്വേഷന്റെ ഫോർമുല എന്താണ്? സം ഓഫ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് ഡേറ്റം ഹെഡ് ഷുഡ് ബി ഈക്വൽ അറ്റ് ബോത്ത് ദി പോയിന്റ്സ് വേറെവർ ഇറ്റ് ഈസ് അപ്ലൈഡ്. രണ്ട് സ്ഥലത്തും. അപ്പൊ ആദ്യം റിസർവോയറിന്റെ അവിടെ പി ഡാഷ് ബൈ റോ ജി പ്ലസ് വി ഡാഷ് സ്ക്വയർ ബൈ 2g പ്ലസ് z ഡാഷ് ഈക്വൽ ടു നോസിലിന്റെ അവിടെ p1 ബൈ റോ ജി പ്ലസ് v1 സ്ക്വയർ ബൈ 2g പ്ലസ് z1 പ്ലസ് hf. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ രണ്ട് സ്ഥലത്തും, അതായത് നോസിലിന്റെ ഔട്ട്ലെറ്റിൽ എന്ന് പറഞ്ഞ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ. അത് അറ്റ്മോസ്ഫിയറിന്റെ കോൺടാക്റ്റിലാണ്. അപ്പൊ അവിടെ ഉള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. അതേസമയം റിസർവോയറിന്റെ സർഫേസ് എന്ന് പറഞ്ഞാലും അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്റ്റിലുള്ളതാണ്. അപ്പൊ അവിടെയും അറ്റ്മോസ്ഫിയർ പ്രഷർ. അതുകൊണ്ട് രണ്ട് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നുള്ളത് വെലോസിറ്റി. റിസർവോയറിന്റെ സർഫേസിൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി ഇവിടെ വെലോസിറ്റി ഒന്നും കാണത്തില്ല, 0 വെലോസിറ്റി. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ വെലോസിറ്റി കാണും. അതേസമയം ഡേറ്റം ഹെഡ്, ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കും. ഒന്നെങ്കിൽ മേളത്തെ സ്ഥലം നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ താഴത്തെ സ്ഥലം റെഫറൻസ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഏത് സ്ഥലം റെഫറൻസ് ആയിട്ട് എടുത്താലും മറ്റേ സ്ഥലത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 400 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 400 മീറ്റർ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ റെഫറൻസ് നോസിലിന്റെ അവിടെ ഉള്ള പോയിന്റ് ആണ് റെഫറൻസ് ആക്കി വെച്ചേക്കുന്നെങ്കിൽ ആ റെഫറൻസ് നിന്ന് എൻ്റെ റിസർവോയറിന്റെ സർഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 400 മീറ്റർ. അതാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് അവേ 400 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെയാ? വെലോസിറ്റി v1 സ്ക്വയർ ബൈ 2g പ്ലസ് പിന്നെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ hf. അതിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 4fl v സ്റ്റാർ സ്ക്വയർ ബൈ 2gd. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? v1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.